ഹലോ, ഇന്ന് മെയ് 7 ഞങ്ങളുടെ കുഞ്ഞപ്പൻ്റെ ബർത്ത്ഡേ ആണ്. അവന് 3 വയസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇത്ര പെട്ടെന്നാണ് പിള്ളേരൊക്കെ വലുതാവുന്നത്. അപ്പോൾ ഞങ്ങൾ വെളുപ്പിന് 5:30 കുർബാനയ്ക്ക് പള്ളി വന്നിരിക്കുകയാണ്, നമ്മുടെ അർത്തിങ്ക പള്ളിയിൽ. അപ്പോൾ പള്ളിയിൽ 5:30 വന്നത് ജിനുവിന് ഡ്യൂട്ടിക്കൊക്കെ പോകേണ്ട തിരക്കൊക്കെ ഉള്ള കാരണം വെളുപ്പിനെ കുർബാനയൊക്കെ കൂടാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുർബാനയൊക്കെ കൂടി പിന്നെ നമ്മളുടെ പള്ളിയിൽ അച്ഛനെയൊക്കെ കണ്ടു, ബ്ലെസ്സിങ് ഒക്കെ വാങ്ങിച്ചു. അവിടെ ഉള്ളവർക്കൊക്കെ കുറച്ച് പേരൊക്കെ പോയി കഴിഞ്ഞു, കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു, അവർക്കൊക്കെ നമ്മൾ മിഠായിയൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലോട്ട് പോയി അവനെ ഒരുക്കി പതിവ് പോലെ അവനെ പ്ലേ സ്കൂളിൽ വിടുന്നുണ്ട്. പ്രത്യേകിച്ച് ബർത്ത്ഡേ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, കേക്ക് കട്ടിങ് ആണ്, അത് ഈവനിങ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആടിപ്പാടിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു പോവുകയാണ്. അവൻ്റെ പ്ലേ സ്കൂളിൽ ഓരോ വിശേഷങ്ങൾ ഒക്കെ ഇങ്ങനെ പറഞ്ഞ് അവൻ പോയിക്കൊണ്ടിരിക്കുവാണ്. പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഇങ്ങനെ പോകാനായിട്ട്, നടന്നൊക്കെ പോകാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെന്നു അവിടെ എല്ലാവർക്കൊക്കെ മിഠായിയൊക്കെ കൊടുത്തു. അപ്പോൾ കുട്ടികളൊക്കെ വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ കുറച്ച് നേരത്തെ ആയിപ്പോയി. ഉച്ചവരെ അവനെ ഇരുത്തുന്നുള്ളൂ. എന്തായാലും ഞാൻ 12 മണിയാകുമ്പോൾ ചെന്ന് വിളിക്കാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ചൊന്നുമില്ല, എങ്കിലും ബർത്ത്ഡേ അല്ലേ, അവൻ വീട്ടിൽ നിൽക്കട്ടെ എന്ന് ഓർത്തു. അങ്ങനെ അപ്പോൾ ഡിങ്കൻ്റെ സ്റ്റിക്കൊക്കെ വെച്ചിട്ടുള്ള കേക്കായിരുന്നു വന്നത്. അവന് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കാർട്ടൂണാണ് ഡിങ്കൻ. എപ്പോഴും ഡിങ്കനാണെന്നും പറഞ്ഞുകൊണ്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫാമിലിയിലായാലും എല്ലാവരും അവനെ ഡിങ്ക ഡിങ്ക എന്നൊക്കെയാണ് വിളിക്കുന്നത്. ഒരു രസമാണ് അവൻ്റെ ഒരു ഡിങ്കൻ്റെ ആ പോസൊക്കെ കാണിക്കുന്നത് നല്ല രസം തന്നെയാണ് കാണാൻ. അങ്ങനെ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മളുടെ കേക്ക് കട്ട് ചെയ്യുന്നത് അറിയാലോ, എൻ്റെ വീഡിയോ കാണുന്നവർക്കറിയാം. പ്രൊഫഷണൽ കേക്ക് കട്ടറാണ് ഞങ്ങളുടെ ഇവിടുത്തെ സാനു, ചേട്ടൻ്റെ മോൻ. അവനാണ് കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുക്കുന്നത്. അവൻ ആ ഒരു കാര്യത്തിൽ ഭയങ്കര എക്സ്പേർട്ടാണ്. എല്ലാവർക്കും എങ്ങനെ വീതിക്കണമെന്ന് അവന് കറക്റ്റായിട്ടറിയാം. അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. പിന്നെ അവരുടെ പിള്ളേരുടെയൊക്കെ കുറേ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും അതൊക്കെ കണ്ട് രസിച്ചു. നല്ല രസമായിരുന്നു. പ്രത്യേകിച്ച് ഒന്നും തന്നെയില്ല, നമ്മൾ കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവന് 3 വയസ്സ് കംപ്ലീറ്റ് ആയിട്ടിരിക്കുകയാണ്. സോ അതിൻ്റെ ഒരു ഹാപ്പിനെസ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. എനിക്ക് ജിനുവിനും വിശ്വസിക്കാനേ പറ്റുന്നില്ല, അവന് 3 വയസ്സായി എന്നുള്ളത്. താങ്ക് ഗോഡ്.